ചെങ്ങളായി ടൗണിലെ കൂരിരുട്ടിന് ഇനിയും പരിഹാരമായില്ല. വർഷങ്ങൾക്ക് മുൻപ് MP ഫണ്ടിൽ നിർമ്മിച്ച ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം സംസ്ഥാന പാതയിൽ ചെങ്ങളായി ടൗണിൽ തലയുയർത്തി നിൽക്കുന്ന ഹൈമാസ് ലൈറ്റിന് 8 വർഷത്തെ പഴക്കമുണ്ട്. 2018 PK ശ്രീമതി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ഹൈമാസ് ലൈറ്റ് നിർമ്മിച്ചത്. എന്നാൽ 1 വർഷമായി ലൈറ്റ് പ്രവർത്തിക്കാറില്ല. ലൈറ്റ് നോക്കുകുത്തിയായതോടെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകി. ഇതുവരെയും പ്രശ്നപരിഹാരമായില്ല. ഇപ്പോഴും ഈ ചെറുപട്ടണം ഇരുട്ടിൽ തന്നെയാണ്. ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി മുസ്തഫ പറഞ്ഞു. കൊല്ലങ്ങളോളായി ഇത് വർക്ക് ചെയ്യാതെ പ്രകാശിക്കാതെ അതിന് പല പരാതികളും ഞാനടക്കം കൊടുത്തതാണ്. പഞ്ചായത്തിൽ കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, അതിന് വേണ്ടപ്പെട്ട മിനിസ്റ്റർക്ക് എല്ലാവർക്കും കൊടുത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരെ തള്ളുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഹൈമാസ് ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഹൈമാസ് ചെങ്ങളായി ടൗണിൽ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ വളരെ ഇരുട്ടിലാണ്. ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല, ഒരു ലൈറ്റും ഇല്ല. ഭയങ്കര തസ്കര ശല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതേപോലെ പട്ടി ശല്യങ്ങളും എല്ലാം രാത്രി കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെങ്ങളായി ടൗണിനെ സംബന്ധിച്ച്. രാത്രിയായാൽ ഓടുന്ന വാഹനങ്ങളുടെയും തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചവുമാണ് ചെങ്ങളായി ടൗണിലെത്തുന്നവരുടെ പ്രധാന ആശ്രയം. ടൗൺ വികസന യോഗങ്ങൾ ചേരുമ്പോൾ എന്തുകൊണ്ട് ഇത് കത്തുന്നില്ല എന്നതും ചർച്ച ചെയ്യണമെന്നാണ് വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.